സോ ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയ എല്ലാവരും സ്വാഗതം. ഇപ്പൊ നമ്മൾ ഓൾറെഡി മീഷോ റീസെല്ലിങ്ങും അതുപോലെ തന്നെ മീഷോയിൽ എങ്ങനെ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം, സോ അതിലുള്ള ഒരുപാട് വീഡിയോസുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് മീഷോ റീസെല്ലിനെ കുറിച്ച് ഒരുപാട് ഡൗട്ടുകളൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാണ്ട് പറ്റും, അതായത് എങ്ങനെ പ്രോപ്പറായിട്ട് ആഡ്സ് റൺ ചെയ്യാണ്ട് പറ്റും, അതുപോലെ നമ്മൾ ക്യാഷ് കിട്ടും എന്നൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം കുറെ ഫ്രണ്ട്സ് എന്താണ് ട്രൈ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് വീഡിയോ ജസ്റ്റ് വൈറലൊക്കെ ആയിട്ടുണ്ട്. ബട്ട് എന്താണ് ആ ഒരു ഓർഡർ കിട്ടുന്നില്ല. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രൊഡക്റ്റ് കുഴപ്പവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജസ്റ്റ് ഈ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ ട്രെൻഡിങ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, അതുപോലെ തന്നെ ആഡ്സ് റൺ ചെയ്താൽ ഒരു ബിഗിനർ ആയിട്ടുള്ള ആള് അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്, ആഡ്സ് റൺ ചെയ്താൽ സെയിൽസ് കിട്ടോ ഇല്ലയെന്ന് നിങ്ങൾക്ക് എല്ലാ സംഭവം മനസ്സിലാവുന്നതായിരിക്കും. ചെറിയ വീഡിയോ കാണാൻ തന്നെയാണ്, ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. സോ മീഷോയിൽ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത ഫ്രണ്ട്സ് ജോയിനിങ്ങളൊക്കെ ചെയ്തിട്ടേക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് കമ്മീഷനുകളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അതിന്റെ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മീഷോ റീസെല്ലിംഗ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ചെക്ക് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നതായിരിക്കും. സോ ഈ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഡ്സ് റൺ ചെയ്തത് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് പിന്നെ എങ്ങനെയാണ് നമുക്ക് ട്രെൻഡിങ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു 3 മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒരു 3 മെത്തേഡ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പറഞ്ഞുതരാൻ പോവാണ്. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രം മതി. 3 മെത്തേഡും സിമ്പിൾ ആണ്, ഫ്രീ ആണ്, എല്ലാം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഫ്രീ ആയിട്ട് മീഷോയിൽ എങ്ങനെ ട്രെൻഡിങ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ അത് പ്രൊമോട്ട് ചെയ്യാൻ സെയിൽസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ആഡ്സ് റൺ ചെയ്താൽ പ്രോഫിറ്റ് കിട്ടോ ഇല്ല ഞാൻ പറയുന്നുണ്ട്. ജസ്റ്റ് വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. സോ അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ പ്രോഡക്റ്റ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്ത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് എനിക്കിന്ന് മെസ്സേജ് അയക്കാൻ പറ്റുന്നതായിരിക്കും. അതായത് എന്റെ ലിങ്ക് ടെലഗ്രാം ലിങ്ക് കാര്യങ്ങളൊക്കെ എന്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ഡിജിറ്റൽ സെൻഡ് ചെയ്താൽ മാത്രം മതി. അതായത് ഡിജിറ്റൽ സെൻഡ് ചെയ്താൽ മാത്രം മതി. ഞാൻ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് താല്പര്യം മാത്രം ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഡയറക്റ്റ് വീഡിയോട്ട് പോകാം. അപ്പോൾ ഗൈസ്, മെയിൻ ആയിട്ട് നിങ്ങൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മീഷോ നമുക്ക് ഫ്രീ ആയിട്ട്, അതായത് സീറോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമെങ്കിലും നിങ്ങളുടെ കയ്യിൽ അത്ര ഫണ്ട് കാര്യങ്ങൾ, അതായത് ചെറിയൊരു ഫണ്ടൊക്കെ മാറ്റിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആഡ്സ് ഒക്കെ റൺ ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ, അതായത് ആ ഒരു വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം ഒരു 90% വലിയ മെസ്സേജ് വന്നില്ല, ഏകദേശം ഒരു 10 മെസ്സേജിൽ ഒരു 8 മെസ്സേജെങ്കിലും എടുത്താൽ എനിക്ക് വന്നിട്ടുള്ളതാണ് നമ്മുടെ ബ്രോ ആഡ്സ് റൺ ചെയ്താൽ ഒരുപാട് ഓർഡർ കിട്ടും, അതെങ്ങനെയാണ് ആഡ്സ് റൺ ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, എനിക്ക് നിങ്ങളുടെ ഒന്നേ പറയാനായിട്ടുള്ളൂ. ഫസ്റ്റ് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആഡ്സിലോട്ട് പോകരുത്, മെറ്റ ആഡ്സിലോട്ട് നിങ്ങൾ ഒരിക്കലും പോകരുത്. സോ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 500 രൂപ, നിങ്ങളുടെ കയ്യിൽ ഒരു 1500 2000 രൂപ ഉണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ ആഡ് റൺ ചെയ്യാൻ എനിക്കറിയാം, നിങ്ങൾക്ക് അറിയൂല. അപ്പോൾ സെയിം പ്രോഡക്റ്റാണ് നമ്മുടെ രണ്ടുപേരും ആഡ് റൺ ചെയ്തത്. അപ്പോൾ എനിക്ക് ചെറിയ സെയിൽ ഏകദേശം ഒരു 10 to 15 ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെയിൽ വന്നില്ലെങ്കിൽ എന്താണ്? സോ ഞാൻ ആഡ്സിൽ എക്സ്പേർട്ടാണ്, നിങ്ങൾ ആഡിൽ എക്സ്പേർട്ട് അല്ല. അതായത് നിങ്ങളൊരു ബിഗിനറാണ്, ഞാൻ ആഡ്സിൽ എക്സ്പേർട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതാണ്, ഇപ്പോൾ എൻ്റെ കയ്യിൽ 200 രൂപ വെച്ചായാലും എനിക്ക് സെയിൽ പിടിക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്കൊരു 1000 അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 1,00,000 രൂപ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ആഡ് റൺ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ വേസ്റ്റായി പോവുകയുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങളുടെ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആഡ്സ് റൺ ചെയ്യാനായിട്ട് പോകരുത്. ആദ്യം ഓർഗാനിക്കായിട്ട് സെയിൽ ചെയ്യുക, അതിനുശേഷം മാത്രം ആഡ്സ് റൺ ചെയ്യുക. ഓക്കെ, അതാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസ പോവും. ഇപ്പം നിങ്ങൾ എന്തായാലും കൂട്ടി ഏകദേശം 100-200 വെച്ചിട്ട് ആഡ്സ് റൺ ചെയ്യുന്ന അങ്ങനെയൊന്നും പറ്റൂല. ഓക്കെ, നിങ്ങളുടെ പ്രോഡക്റ്റ് എത്രമാത്രം അടിപൊളി ആയാലും നിങ്ങൾ ഒരു നോളജ് ഇല്ലാതെ ആഡ് റൺ ചെയ്താൽ നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് പോകും. സോ ആഡ് റൺ ചെയ്യുന്നത് ഒഴിവാക്കുക. ഓക്കെ, അതായത് നിങ്ങളൊരു ബിഗിനറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം പ്രൊമോട്ടൊക്കെ ചെയ്തിട്ട് എന്താണ് ആ ഒരു സ്കില്ലൊക്കെ ഒന്ന് ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി ആഡ്സ് റൺ ചെയ്യാൻ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ എന്താണ് ആഡ്സ് റൺ ചെയ്യാൻ പഠിക്കുക, എന്നിട്ട് ആഡ് കണക്ക് റൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്നത്തെ ഇവിടെ പറയാനായിട്ട് പോകുന്നത് എങ്ങനെ നമുക്ക് സെയിൽസ് റേറ്റ് ആക്കാൻ പറ്റും, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ രണ്ടും ഒരു കണക്റ്റഡ് ആണ്. ഞാൻ പറഞ്ഞുതരാം. ഹൗ ടു റൺ സെയിൽസ്, ഫൈൻഡ് ട്രെൻഡിങ് പ്രോഡക്റ്റ്, പ്രോബ്ലം സോൾവിങ് പ്രോഡക്റ്റ്. സോ ഇതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് സെയിൽ കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, ഞാൻ മീഷോ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്ത ഒരാളാണ്. ഓക്കെ, ഇപ്പോഴും ചെയ്യുന്നില്ല. ഒരു കഴിഞ്ഞ ഇയർ ഏകദേശം ഒരു നവംബറിലൊക്കെയാണ് സ്റ്റോപ്പ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം എന്താണ് നമ്മൾ ഫൈൻഡ് ട്രെൻഡിങ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ഒരു പ്രോബ്ലം സോൾവിങ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒരു 2 പ്രോഡക്റ്റിന് മാത്രമേ നിങ്ങൾക്ക് സെയിൽ റേറ്റ് ആക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ റാൻഡമായിട്ടൊരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ ആഡ്സ് റൺ ചെയ്താൽ സെയിൽസ് കിട്ടിയില്ല, ഏകദേശം 1,00,000 വ്യൂസ് ഉള്ളൊരു 10,000 വ്യൂസ് കിട്ടിയിട്ട് സെയിൽസ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് ഓൾറെഡി ഔട്ടായ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ആ ഒരു പ്രോഡക്റ്റ് റൺ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല.
അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. ഔട്ടായ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ട്രെൻഡിങ് അല്ലാത്ത പ്രോഡക്റ്റ് ആയിക്കോട്ടെ, പ്രോബ്ലം സോൾവിങ് പ്രോഡക്റ്റ് അല്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താണ് നിങ്ങൾക്ക് സെയിൽ കിട്ടാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വയ്ക്കുക. അപ്പോൾ മെറ്റ ആഡ്സ് റൺ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ മെറ്റ ആഡ്സ് റൺ ചെയ്യാൻ പറ്റുള്ളൂ. സോ മെറ്റ ആഡ്സ് നമുക്ക് റൺ ചെയ്താൽ ക്യാഷ് കിട്ടുമെന്ന് വെച്ചാൽ അഫ്കോഴ്സ് പറ്റും. ഏകദേശം ഒരു 70-80% നിങ്ങൾക്ക് സെയിൽസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ബട്ട് അറിയാമെങ്കിൽ മാത്രം. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. അവിടെ ഒരിക്കലും നിങ്ങളങ്ങോട്ട് പോവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ഒരുപാടകം പൈസ ഉണ്ട്, ഞാൻ ആഡ്സ് റൺ ചെയ്യാൻ പോവുകയാണ്, ബട്ട് എനിക്കൊരു നോളജ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, അഫ്കോഴ്സ് നിങ്ങളുടെ പൈസ പോവും. സ്പെൻഡിങ് മോർ മണി ഫോർ ആഡ്സ് നമ്മൾക്ക് ഒരിക്കലും എന്താണ് ബെനിഫിറ്റ് വരില്ല. നിങ്ങൾ ഒരിക്കലും എന്താണ് പൈസ ഇല്ലാതെ ചെയ്യാൻ പോവില്ല. ഓക്കെ, ആദ്യം പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യുക. പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് വരുന്ന എന്താണ്, ട്രെൻഡിങ് പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യുക. സോ ഈ 2 പ്രോഡക്റ്റ്സിന് മാത്രമേ നമുക്ക് സെയിൽസ് കിട്ടുള്ളൂ. സോ ഞാനിവിടെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള 1 ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഫ്രീ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സിമ്പിളാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ നേരെ ഇൻസ്റ്റാഗ്രാം എടുക്കുക. ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കാം. സോ അതിനുശേഷം #, എന്ന് അടിക്കുക. എന്നിട്ട് എന്താണ് #, ഫസ്റ്റ് നിങ്ങൾ അടിക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു നല്ല രീതിക്ക് പ്രോഡക്റ്റ് അത്യാവശ്യം നിങ്ങൾക്ക് നല്ല സെയിൽസ് കിട്ടണമെങ്കിൽ ജസ്റ്റ് എന്താണ് ആമസോൺ ഫൈൻഡ് എന്ന് അടിക്കുക. ഓക്കെ, ആമസോൺ ഫൈൻഡ്സ് എന്ന് അടിക്കുക. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് സംഭവം വരുന്നതായിരിക്കും. ജസ്റ്റ് ഒരെണ്ണം സെലക്ട് കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരുപാടകം പ്രോഡക്റ്റ് കാണാൻ പറ്റും. ഏകദേശം നിങ്ങൾക്ക് എൻ്റെ വ്യൂസ് കാണാൻ പറ്റും. ബട്ട് ഇതിനകത്ത് പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചിലപ്പം ഈ വീഡിയോസൊക്കെ, അതായത് ഈ റീൽസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇയേഴ്സിന് മുമ്പ് എന്താണ് അപ്ലോഡ് ചെയ്തിരിക്കും. ബട്ട് ഇപ്പോഴും സ്റ്റിൽ പൊക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്. ഒരുപാട് സംഭവമുണ്ട്, ഗാഡ്ജറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പ്രോബ്ലം സോൾവിങ് പ്രോഡക്റ്റ് ഉണ്ട്. ഇതൊക്കെ പ്രോബ്ലം സോൾവിങ് പ്രോഡക്റ്റ് ആണ്. ഓക്കെ, നമുക്ക് പ്രോബ്ലം സോൾവിങ് പ്രോഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരുപാടൊക്കെ സംഭവം ഒന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. സോ അത് തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം മീഷോയിൽ പോയിട്ട് നോക്കിയാൽ മതി. എന്നിട്ട് നിങ്ങൾ മാർജിൻ ആഡാക്കി സെല്ലാക്കിയാൽ മതി. സോ പിന്നെ നിങ്ങൾ അടിക്കേണ്ടത് ഇവിടെ 2026 അടിക്കുക. ഓക്കെ, അപ്പോഴത്തേക്ക് അവരിപ്പോൾ ഇട്ട ആ ഒരു സംഭവങ്ങളൊക്കെ വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോൾ ഇട്ട സംഭവം കാണാൻ പറ്റുന്നതായിരിക്കും. സോ അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് മാർജിൻ ചേർത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒറ്റ സെയിൽ ഏകദേശം 200 രൂപ മാർജിനൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്ത് നിങ്ങൾക്ക് എന്താണ് ആഡാക്കി സെയിലാക്കാൻ പറ്റുന്നതായിരിക്കും. ബട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് നമുക്ക് ഇന്ത്യൻ പ്രോഡക്റ്റ്സാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട പോകുന്നത്, അപ്പോൾ ഈ ആമസോൺ ഫൈൻഡ് എന്ന് മാറ്റിയതിന് ശേഷം മീഷോ ഫൈൻഡ്സ് അടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ കുറേ സംഭവം കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ടെക്നിക്കാണ്. നിങ്ങൾ മാറ്റിൻ്റെ അടിച്ച് നോക്കുക, അപ്പോൾ കാണാൻ പറ്റും മീഷോ ഫൈൻഡ്. ഇതും ചിലപ്പോൾ എന്താണ്, ചിലപ്പം വീക്കൊക്കെ മുമ്പായിരിക്കാം, അല്ലെങ്കിൽ മന്ത്സ് മുമ്പായിരിക്കാം, അങ്ങനെ കുറേ കാണാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്താണ് ജസ്റ്റ് 2026 അടിക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ അപ്ലോഡ് ആക്കിയ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ. സോ അതൊക്കെ നിങ്ങൾക്ക് നോക്കി കണ്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ വേറൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വെബ്സൈറ്റാണ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഗൈസ്, ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേരാണ് TINGLY. ഓക്കെ, ടിൻഗ്ലി എന്നങ്ങണ്ടിൻ്റെ പേര്. അപ്പോൾ ഇത് നമുക്ക് മീഷോയ്ക്കായിട്ട് നമുക്ക് റിസർച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് അവിടെ നിന്ന് കയറാം. ഫ്രീ ആണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ട്രെൻഡിങ് ആയുള്ള പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇവർ തരുന്നതായിരിക്കും. കാണാൻ പറ്റും ടോപ്പ് ട്രെൻഡിങ് പ്രോഡക്ട്സ് ഓൺ മീഷോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇത്ര മാർജിനൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് സെല്ലാക്കാണ്ട് പറ്റും. നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്താൽ കാണാൻ പറ്റുന്നതായിരിക്കും. ഏകദേശം 5 സ്റ്റാർ റേറ്റിങ്സ്, അതുപോലെ തന്നെ അതിൻ്റെ റിവ്യൂസ്, അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു സോപ്പാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, ഒരു സോപ്പാണ്. ആ സോപ്പ് വരുന്നത് 192 രൂപയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 4.2 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ വ്യൂ ഓൺ മീഷോ എന്ന് കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് മീഷോയിലേക്ക് പോകുന്നതായിരിക്കും. ബട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റ് കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഇവിടെ 80 രൂപയാണ് റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബൈനോ കൊടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു ആളുകളൊക്കെ ഉണ്ട്, അതായത് നിങ്ങൾക്കൊരു കസ്റ്റമർ സെറ്റ് ആയിട്ട് ഈ ഒരു സംഭവം പ്രൊമോട്ട് ചെയ്ത് കസ്റ്റമർ സെറ്റ് ആയാൽ നിങ്ങൾക്ക് സെല്ലാക്കാൻ പറ്റും. ഏകദേശം 198 രൂപ അടുത്ത് നിങ്ങൾക്ക് സെല്ലാക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ പ്രോഡക്റ്റൊക്കെ നിങ്ങളുടെ രീതിയിൽ ഫൈൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ AI യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റും. മെറ്റയും കാളൊക്കെ ഉണ്ടല്ലോ, ജസ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് ഇന്ത്യൻ ട്രെൻഡിങ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതൊക്കെ നമുക്ക് എന്താണ് ബാക്കിയുള്ള പ്രോഡക്റ്റ്സൊക്കെ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് ഇത്ര പ്രോഡക്റ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് എന്താണ് പ്രീമിയം എടുക്കണം. ഓക്കെ, സോ ഇതൊരു അടിപൊളി വെബ്സൈറ്റും കാര്യങ്ങളൊക്കെയാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ ഒരു അടിപൊളി പ്രോഡക്റ്റൊക്കെ ഫൈൻഡ് ചെയ്യും. സോ പ്രോഡക്റ്റ് ഫൈൻഡിങ് ആണ് നമ്മളൊരു ഇ-കൊമേഴ്സ് ബിസിനസ് അല്ലെങ്കിൽ സെയിൽസിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സോ അത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സെയിൽസ് കിട്ടാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം മെത്തേഡ് യൂസ് ചെയ്യാം. സോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ, അതായത് നമ്മുടെ ഈ ഒരു ചാനൽ ബയോയിൽ നമ്മുടെ ഒരു മെൻറ്റർഷിപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഫ്രീ ആണ്, നിങ്ങൾ ജോയിൻ ചെയ്യാൻ പറ്റും. ഞാനകത്ത് ഇടയ്ക്കിടയ്ക്ക് ട്രെൻഡിങ് പ്രോഡക്റ്റ് സമയം കിട്ടുമ്പോൾ ഞാൻ അപ്ലോഡ് ആക്കാറുണ്ട്, അല്ലെങ്കിൽ 2-3 വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് എന്താണ് ചെക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾ എന്താണ് ജസ്റ്റ് പ്രൊമോട്ടുകളൊക്കെ ചെയ്യുക, എന്താണ് ആഡ്സ് റൺ ചെയ്യാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് അറിയെങ്കിൽ മാത്രം റൺ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്ര മാത്രമാണ് ഇന്നത്തെ വീഡിയോ പറഞ്ഞില്ല, ഘടിപ്പിക്കുന്നില്ല. വീഡിയോ ഉണ്ടാക്കാനുള്ള സമയമായിട്ടുണ്ട്.
അപ്പോൾ വേറൊരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണ് ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റിൻ്റെ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഡിജിറ്റൽ പ്രോഡക്റ്റിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എന്താണ് അത് റൺ ചെയ്തോ കുഴപ്പമൊന്നുമില്ല, ഡൗട്ട് ചോദിച്ചാൽ മതി. സോ നിങ്ങൾക്ക് പേഴ്സണൽ സപ്പോർട്ടും അതുപോലെ തന്നെ സെല്ല് ചെയ്യാനുള്ള ജെന്യൂൻ പ്രോഡക്ട്സ് ഒക്കെ വേണം. ഓക്കെ, ഇപ്പോൾ സപ്പോർട്ട് 1-on-1 മെൻറ്റർഷിപ്പ് അതുപോലെ തന്നെ 24/7 എന്താണ് നിങ്ങൾക്ക് സപ്പോർട്ടുകളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് എന്താണ് നമ്മുടെ ഈ ഒരു ബയോയിൽ എന്നെ ടെലഗ്രാമിൽ കോൺടാക്ട് ചെയ്ത് ആഡ് കാണാൻ പറ്റുന്നതായിരിക്കും. ജസ്റ്റ് അതിനകത്ത് ഡിജിറ്റൽ എന്ന് സെൻഡ് ചെയ്താൽ മാത്രം മതി. ഞാൻ നിങ്ങൾക്ക് എന്താണ് കോഴ്സിൻ്റെ ഫീസും അതുകൊണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും. സോ താല്പര്യ ഫ്രണ്ട്സ് മാത്രം ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജുകളൊക്കെ അയക്കുക. നിങ്ങൾക്ക് എന്താണ് ഗ്യാരണ്ടീഡ് ആയിട്ട് എൻ്റെ മെൻറ്റർഷിപ്പിൽ നിങ്ങൾക്ക് എന്താണ് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്ര മാത്രമുള്ള നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി അടുത്ത വീഡിയോ എന്താണ് വേണ്ടതായത് സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ആക്കാണ്ട് മറക്കണ്ട. സോ ഇതിൽ മികച്ച അടുത്ത വീഡിയോ വീണ്ടും കാണാം. സീ യു ഗൈസ്. അപ്പൊ ഈ വീഡിയോകളൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കറക്റ്റായിട്ട് സംഭവം കാണാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതായത് നല്ല പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക, ട്രെൻഡിങ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക, പ്രോബ്ലം സോൾവിംഗ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക, ഫൈൻഡിനേഷൻ എന്താണ് പ്രോപ്പർ ആയിട്ട് ജസ്റ്റ് അഡ്വർടൈസ്മെന്റുകളൊക്കെ ചെയ്യാം. അപ്പൊ എനിക്ക് സെയിൽസുകളൊക്കെ കിട്ടും. അത്രമാത്രമേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഓക്കെ, എന്നിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു മാർജിൻ ആഡ് ആക്കാം. ഓവർ ആയിട്ടൊന്നും മാർജിൻ ആഡ് ആക്കരുത്. ഓക്കെ, പ്രോപ്പർ ആയിട്ട് മാർജിൻ ആഡ് ആക്കാം. എന്നിട്ട് എന്താണ് സെല് ചെയ്യാം. സോ അത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് സെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മുടെ ചാനൽ ആരുടെ ഫ്രണ്ട്സ് ചാനൽ തന്നെ സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യാറുണ്ട്. 1K സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ സബ്സ്ക്രൈബുകളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് മാത്രമേ നമ്മൾ ചാനൽ അപ്ലോഡ് ആക്കുള്ളൂ. ഓക്കെ, അപ്പൊ കമന്റ് ഡൗട്ടുകളൊക്കെ ചോദിക്കാം. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിന് മികച്ച ചാറ്റ് വീണ്ടും കാണാം. സീ യു ഗൈസ്.